എല്ലാവർക്കും ടെക്കിലെ മനസ്സിലായി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോട്ടോ എഡ്ജ് 15 നിയോയും OnePlus Nord CE4 നമ്മൾ കമ്പാരിസൺ ആണ്. സോ രണ്ട് സ്മാർട്ട് ഫോൺസും 25,000 പ്രൈസ് റേഞ്ച് വരുന്ന സ്മാർട്ട് ഫോൺസ് ആണ്. സോ രണ്ടും നമ്മൾ നല്ലൊരു കോമ്പറ്റീഷൻ ആണ്, കറക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഫോൺസ് ആണ് രണ്ടും. സോ നമുക്ക് ഏതാ ബെറ്റർ എന്ന് നോക്കാം. 25,000 പ്രൈസ് റേഞ്ചിൽ ഏത് ഫോണാണ് ബെറ്റർ എന്ന് നോക്കാം. ഫസ്റ്റ് ആണ് നമ്മൾ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോ എഡ്ജ് 15 നിയോ എന്ന് പറയുമ്പോൾ മോട്ടോ എഡ്ജ് 50 പ്രോ അങ്ങനത്തെ ഫോണുകളുടെ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിലും വരുന്നത്. 8.1 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്, 171 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വീഗൻ ലെതർ ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം, മിലിറ്ററി സ്റ്റാൻഡേർഡ് 810 സർട്ടിഫൈഡ് ആണ്, IP68 റേറ്റിംഗ്. സോ ഇച്ചിരി ഡ്യൂറബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് മോട്ടോ എഡ്ജ് 15 നിയോ. അതേസമയം OnePlus Nord CE4 ആണെങ്കിൽ 8.4 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്, 186 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം, IP54 റേറ്റിംഗ്. സോ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ലുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് മോട്ടോ എഡ്ജ് 15 നിയോ ആണ്. പിന്നെ അതുമല്ല ബിൽഡ് ക്വാളിറ്റിയും ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോ എഡ്ജ് 15 നിയോ ആണ്. മിലിറ്ററി സ്റ്റാൻഡേർഡ് 810 സർട്ടിഫൈഡ് ആണ്. പിന്നെ IP68 റേറ്റിംഗും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേസ് നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 15 നിയോ ഇച്ചിരി ചെറിയ സ്മാർട്ട് ഫോൺ ആണ്. സോ നമുക്ക് വൺ ഹാൻഡ് യൂസ് ചെയ്താൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും മോട്ടോ എഡ്ജ് 15 നിയോ. 6.4 ഇഞ്ചിന്റെ ഒരു 1.5K 120 ഹെർട്സ് 10 ബിറ്റ് LTPO PO ഡിസ്പ്ലേ ആണ്. ഇതിന്റെ LTPO എന്ന് പറയുമ്പോൾ 1 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെ സ്വിച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള എനർജി എഫിഷ്യൻസി നമുക്ക് ഡിസ്പ്ലേന്ന് കിട്ടും. 300 ഹെർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്, 3000 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. HD10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് യൂട്യൂബിലും ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലും വന്നിട്ടില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 3 ആണ് പ്രൊട്ടക്ഷൻ. അതേസമയം OnePlus Nord CE4 ആണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ ആണ്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, 10 ബിറ്റ് AMOLED ആണ്, 240 ഹെർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്, 1100 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് പീക്ക് ബ്രൈറ്റ്നസ് വരിക. HD10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ ഓവറോൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സുപ്പീരിയർ മോട്ടോ എഡ്ജ് 15 നിയോ തന്നെയാണ്. കാരണം ഒന്ന് 1.5K റെസൊല്യൂഷൻ ഉണ്ട്, പിന്നെ 3000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. ആ ബ്രൈറ്റ്നസ് ഡിഫറൻസ് നല്ലോണം മനസ്സിലാവുന്നുണ്ട് HDR വീഡിയോസ് നമ്മൾ കാണുമ്പോൾ. HDR വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ ആ ബ്രൈറ്റ്നസിന്റെ ഡിഫറൻസ് ഒക്കെ എന്തായാലും കാണുന്നുണ്ട്. സോ ഡിസ്പ്ലേ ഓവറോൾ ബെറ്റർ ആയിട്ട് വെക്കുന്നത് മോട്ടോ എഡ്ജ് 15 നിയോ തന്നെയാണ്. ഇനി നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ മോട്ടോയിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി ഡെപ്ത് ഉള്ള ഓഡിയോസ് ആണ് വരുന്നത്. പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോ എഡ്ജ് 15 നിയോയിൽ MediaTek Dimensity 7300 ആണ് പ്രോസർ വരുന്നത്, 4 നാനോമീറ്റർ പ്രോസർ ആണ്. LPDDR4X റാം, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത് നമുക്ക് ഇവിടെ. അതേസമയം OnePlus Nord CE4 നമുക്ക് Snapdragon 7 Gen 3 ആണ്, 4 നാനോമീറ്റർ പ്രോസർ ആണ്. LPDDR4X റാമും UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും, ഹൈബ്രിഡ് കാർഡ്സോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് നിങ്ങൾ ഒരു ഫോൺ നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത് OnePlus Nord CE4 തന്നെയായിരിക്കും. ഇച്ചിരി ബെറ്റർ പെർഫോം ചെയ്യുന്നൊരു പ്രോസർ തന്നെയാണ് 7 Gen 3. ആറ്റിറ്റ്യൂഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ Dimensity 7300-ൽ 6,57,151 ആണ് വരുന്നത് ടോട്ടൽ. CPU 2,08,516, GPU 1,47,613 ആണ് വരുന്നത്. അതേസമയം സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണെങ്കിൽ ടോട്ടൽ 8,49,497 ആണ്. CPU 2,77,360, GPU 2,58,401. സോ CPU വലിയ ഡിഫറൻസ് വരുന്നില്ല, പക്ഷെ GPU അത്യാവശ്യം നല്ല ഡിഫറൻസ് തന്നെ വരുന്നുണ്ട്. സോ GPU ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഫോണായിരിക്കും OnePlus Nord CE4. നെക്സ്റ്റ് നമ്മൾ OSന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മോട്ടോ എഡ്ജ് 15 നിയോയിൽ ഹലോ UI ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് OnePlus Nord CE4 ആണെങ്കിൽ Oxynos 14 ആണ്, Android 14 ഔട്ട് ഓഫ് ദ ബോക്സ്, 2 വർഷമാണ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഹലോ UI നല്ല ക്ലീൻ UI ആണ്, അതിനങ്ങനെ ബ്ലോട്ട്വെയർസോ ആഡ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഓവറോൾ ബെറ്റർ ഒരു OS ഞാൻ പറയുന്നത് നമ്മുടെ ഹലോ UI തന്നെയാണ് മോട്ടോയുടെ. ക്യാമറ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഇവിടെ വരുന്നില്ല. കാരണം ക്യാമറ സെറ്റപ്പ് കൂടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏതാ ബെറ്റർ എന്നുള്ളത്. സോ മോട്ടോ എഡ്ജ് 15 നിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പുറകെ വരിക. ഒരു 50 മെഗാ പിക്സൽ f1.8 ആപ്പച്ചർ വരുന്ന സോണി ലേറ്റിയ 700C ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 4K 30 fps. പിന്നെ 10 MB ഒരു f2.0 3x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, അവിടെ നമുക്ക് OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 4K 30 fps. പിന്നെ നമുക്കൊരു 13 മെഗാ പിക്സൽ f2.2 അൾട്രാ വരുന്നുണ്ട്, അതിൽ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാക്രോ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അവിടെ നമുക്ക് 4K 30 fps കിട്ടും. പിന്നെ 32 MB f2.4 സെൽഫി ക്യാമറ, അവിടെ 4K 30 fps. അതേസമയം OnePlus Nord CE4 നോക്കുവാണെങ്കിൽ നമുക്കൊരു പ്രൈമറി ഒരു 50 മെഗാ പിക്സൽ f1.8 ആപ്പച്ചർ വരുന്ന സോണി ലിത്തിയ 600 ആണ്, OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 4K 30 fps. പിന്നെ 8 MB f2.2 അൾട്രാവൈഡ് ആണ് വരുന്നത്, 1080p 30 fps, 16 മെഗാ പിക്സൽ f2.4 സെൽഫി 1080p 30 fps.
കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ബെറ്റർ ക്യാമറ ഫോൺ മോട്ടോ എഡ്ജ് 15 നിയോ തന്നെയാണ്. ഒന്ന് ലിറ്റിയ 600-നേക്കാളും വലുതാണ് നമ്മുടെ മോട്ടോ എഡ്ജ് 15 നിയോയിലെ സോണി ലിറ്റിയ 700C സെൻസർ. അതുകൊണ്ട് തന്നെ ബെറ്റർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മോട്ടോയിൽ കിട്ടും. പിന്നെ നമുക്ക് എക്സ്ട്രാ അൾട്രാവൈഡ്, നമുക്ക് ഹൈ റെസൊല്യൂഷൻ അൾട്രാവൈഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ നമുക്കൊരു ടെലിഫോട്ടോ ലെൻസ് ക്യാമറ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെർസറ്റൈൽ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പോർട്രേറ്റൊക്കെ അടിപൊളിയാണ്. 3x എടുത്തു കഴിഞ്ഞാൽ പോർട്രേറ്റൊക്കെ നല്ല അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ബെറ്റർ പോർട്രേറ്റ്, ലോ ലൈറ്റിലും പെർഫോം ചെയ്യുന്നത് നമ്മുടെ മോട്ടോ തന്നെയാണ് ബെറ്റർ ആയിട്ടേക്കുന്നത്. ബെറ്റർ വീഡിയോ ക്വാളിറ്റി, നമുക്ക് 4K 30 FPS എടുക്കും. ബെറ്റർ സ്റ്റെബിലിറ്റി കിട്ടുന്നത് നമുക്ക് മോട്ടോ എഡ്ജ് 15 നിയോ തന്നെയാണ്. പിന്നെ മോട്ടോയിലെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ റെഡ് സ്റ്റിന്റ് ഉണ്ട്. അതിൽ മാത്രം ഒരു പ്രശ്നമുള്ളത്, അപ്ഡേറ്റ്സ് വഴി അത് മാറ്റാവുന്നേ ഉള്ളൂ. പിന്നെ ബെറ്റർ HDR പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ക്യാമറ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 15 നിയോ തന്നെ ആയിരിക്കും ബെറ്റർ. നെക്സ്റ്റ് നമ്മൾ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മോട്ടോ എഡ്ജ് 15 നിയോയിൽ നമുക്ക് 4310 mAh ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട്സ് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. പിന്നെ എക്സ്ട്രാ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കൊരു 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 5 മണിക്കൂർ, ഒരു 6 മണിക്കൂർ അടുത്ത് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് OnePlus Nord C4 ആണെങ്കിൽ നമുക്കൊരു ലാർജർ ആയിട്ടുള്ള 5500 mAh ബാറ്ററിയും 100 വാട്ട്സിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. ഇതിന്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ 20 മിനിറ്റ് കിട്ടുന്നുണ്ട്. സോ ബെറ്റർ ബാറ്ററി ലൈഫും ബെറ്റർ ചാർജിങ് സ്പീഡും കിട്ടുന്നതൊക്കെ നമുക്ക് OnePlus Nord C4 തന്നെയാണ്. എന്നാലും മോട്ടോയുടെ ബാറ്ററി ലൈഫ് അത്ര കുറവൊന്നുമല്ല. കാരണം LTPO ഡിസ്പ്ലേ അത്യാവശ്യം നല്ല തന്നെയാണ്, നല്ല ബാറ്ററി എഫിഷ്യൻ്റ് ആണ്. പിന്നെ 4 നാനോമീറ്റർ പ്രോസസർ ആയതുകൊണ്ട് തന്നെ വലിയ ബാറ്ററി ഡ്രെയിനിങ് ഒന്നും കാണത്തില്ല. നെക്സ്റ്റ് കണക്ടിവിറ്റി ആയിരുന്നു നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മോട്ടോ എഡ്ജ് 15 നിയോയിൽ 16 5G ബാൻഡ് ആണ് വരുന്നത്. Wi-Fi 6E വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.3 NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C 2.0. അതേസമയം OnePlus Nord C4 ആണെങ്കിൽ 7 5G ബാൻഡ് ആണ് വരുന്നത്. Wi-Fi 6, ബ്ലൂടൂത്ത് 5.4, നമുക്കിവിടെ IR ബ്ലാസ്റ്റർ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഹോം അപ്ലയൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഹൈബ്രിഡ് കാർ സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ USB Type-C 2.0. NFC വരുന്നതുകൊണ്ട് തന്നെ മോട്ടോയ്ക്ക് അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പക്ഷേ IR ബ്ലാസ്റ്റർ വരുമ്പോൾ അവിടെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കണക്ടിവിറ്റി കട്ടയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വേരിയന്റ് ഇപ്പോൾ ഉള്ളു മോട്ടോ എഡ്ജ് 15 നിയോയ്ക്ക് 8GB 256 24,000 രൂപയാണ്. സോ അതേസമയം നമുക്ക് OnePlus Nord C4 ആണെങ്കിൽ 2 വേരിയന്റ് ആണ്. 8GB 128-ന് 24,350, 8GB 256-ന് 26,884. സോ വലിയ ഡിഫറൻസ് ഇല്ല. വേരിയന്റ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ചീപ്പറായിട്ട് എത്തുന്ന ഫോണായിരിക്കും നമ്മുടെ മോട്ടോ എഡ്ജ് 15 നിയോ. സോ ആരൊക്കെ എന്താ കാര്യത്തിലാണ് ബെറ്റർ നോക്കാം, ആരാണ് ബെറ്റർ നോക്കാം. ബെറ്റർ ബിൽഡ്, ബെറ്റർ ഡിസ്പ്ലേ, ബെറ്റർ ക്യാമറ, ബെറ്റർ സോഫ്റ്റ്വെയർ സപ്പോർട്ട്, NFC കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ടേക്കുന്നത് നമ്മുടെ മോട്ടോ എഡ്ജ് 15 നിയോയിലാണ്. OnePlus Nord C4 എന്തിനൊക്കെ ബെറ്റർ എന്ന് വെച്ചാൽ ബെറ്റർ പെർഫോമൻസ്, ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് OnePlus Nord C4-ലായിരിക്കും. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, ഹൈബ്രിഡ് കാർ സ്ലോട്ട് വരുന്നുണ്ട്, ലാർജർ ബാറ്ററി, ഫാസ്റ്റർ ചാർജിങ് കിട്ടും. സോ ഇതാണ് ഈ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. സോ നിങ്ങൾ നിങ്ങളുടെ യൂസേജിനനുസരിച്ച് എടുക്കുക. സോ നമുക്ക് സെയിം പ്രൈസിൽ തന്നെ ബെറ്റർ സ്പെക്കും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മോട്ടോ എഡ്ജ് 15 നിയോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ OnePlus Nord C4-ലോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ OnePlusന് ഇപ്പോൾ ഒരു കഷ്ടകാലം പിടിച്ച സമയമാണ്. കാരണം അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ ഡിസ്പ്ലേ അടിച്ചു അല്ലെങ്കിൽ മദർ ബോർഡ് അടിച്ചു. OnePlus Nord C4 ആ പ്രോബ്ലം ഇല്ല, പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ നമുക്കൊരു സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് OnePlusന്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.